എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ വീണ്ടും സ്കൂള് തുറക്കാൻ പോവുകയാണ്. 2 മാസത്തോളം 2-2.5 മാസത്തിന് ശേഷം വീണ്ടും സ്കൂള് തുറക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും ഭൂരിപക്ഷ അമ്മമാരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നുള്ള ഫുൾ ടൈം TV കാഴ്ചയും അതുപോലെ തന്നെ വഴക്കുപിടുത്തവും ഒക്കെ, സിബ്ലിങ്സ് ഉള്ളവരൊക്കെ വഴക്കുപിടുത്തവും കാര്യങ്ങളും ഒക്കെ ആകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ ഞാൻ ഉൾപ്പെടുന്ന ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ദൈവമേ സ്കൂളൊന്ന് തുറന്നാൽ മതിയായിരുന്നെന്ന്. എന്നിരുന്നാൽ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തിനാന്ന് പറഞ്ഞ് ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരുമായിരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്ത, ഏതെങ്കിലും ഒരു ടൈമിൽ അങ്ങനെ ചിന്തിക്കാത്തവർ വളരെ കുറവായിരിക്കും. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, അങ്ങനെ സ്കൂള് തുറക്കാൻ പോകുന്ന അമ്മമാർക്ക് നല്ല സന്തോഷവും കുട്ടികൾക്ക് കുറച്ച് വിഷമമായിരിക്കും. കാരണം ഇത്രയും ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകണമല്ലോ. പക്ഷെ അവർ സ്മൂത്തായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ സ്കൂളിലേക്ക് പോകും, അതുറപ്പാണ്. പക്ഷെ എന്നാലും തുറക്കാൻ പോവുകയാണല്ലോ, അവധി തീരുവാണല്ലോ എന്നുള്ളൊരു വിഷമം എന്താണേലും ചെറുതായിട്ടെങ്കിലും കാണുമായിരിക്കുമല്ലോ. അപ്പം എല്ലാവരും ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. അതിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ചെയ്യുന്നതായിട്ടല്ലെങ്കിലും അതിന് ശേഷം നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും എല്ലാ ഐറ്റംസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് വെക്കാനുള്ള, അത് ഞാനൊരു മെയ് മാസമൊക്കെ മെയിലാന്ന് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കുറേശ്ശെ പല ദിവസങ്ങളിലായിട്ട് എല്ലാം പൊതിഞ്ഞു. അതൊരു 1-2 ആഴ്ച മുന്നേ തന്നെ നമ്മളുടെ ആ വർക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി കേട്ടോ. കാരണം അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് പിള്ളേരെ പഠിപ്പിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കാൻ നോക്കണോ, ഇതൊക്കെ പൊതിഞ്ഞ് ഒക്കെ സെറ്റാക്കാൻ പോകണം. അപ്പോൾ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ആദ്യം തന്നെ അത് ചെയ്ത് തീർത്തു. പിന്നെ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങാത്ത ചില ഐറ്റംസ് നമ്മൾ കഴിഞ്ഞ സൺഡേ നമ്മൾ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷൂ വാങ്ങണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കർച്ചീഫ്, അങ്ങനെ കുറച്ച് ബനിയൻ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും ഒക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചില ഐറ്റംസൊക്കെയാണ് നമ്മൾ പുതിയത് വാങ്ങിയത്, ബാക്കിയൊക്കെ നമ്മൾ പഴയത് തന്നെയാണ്. കാരണം അതിനൊരു പ്രശ്നമില്ല. അപ്പം നമ്മൾ വെറുതെ പുതിയത് വാങ്ങണ്ടല്ലോ. അപ്പോൾ ചില സാധനങ്ങൾ മാത്രം പുതിയത് വാങ്ങി. ബാക്കിയൊക്കെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. അപ്പോൾ ഈ വർഷം സുഖമായിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇനി യാതൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഇനിയിപ്പം ആ ദിവസം സ്കൂൾ തുറക്കുന്ന ദിവസത്തിന് മുന്നേ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി. ഷോപ്പിങ്ങിന് പോകേണ്ട ദിവസമൊക്കെ തന്നെ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ. ആ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ലിസ്റ്റും എടുത്ത് വെക്കാം. കാരണം എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങണ്ടല്ലോ. കുറച്ച് ഐറ്റംസ് വാങ്ങണം, കുറച്ച് വാങ്ങണ്ട, അങ്ങനെ ഇതായതുകൊണ്ട് നമ്മളെല്ലാം തന്നെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഐറ്റംസും വാങ്ങിയത്. സ്കൂളിൽ നിന്ന് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ദിവസങ്ങളിൽ നമ്മൾ നോട്ട്ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, ബാഗ്, ഇതൊക്കെ ഐറ്റംസൊക്കെ വാങ്ങാൻ ചെല്ലണമെന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ദിവസം അവിടെ പോയി അതെല്ലാം കളക്ട് ചെയ്തു. യൂണിഫോം മെറ്റീരിയലും ഒക്കെ, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളവിടെ നിന്ന് കളക്ട് ചെയ്തു. നമ്മുടെ യൂണിഫോം തയ്ച്ചു. പിന്നെ ബാഗ്, ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നമ്മൾ പൊതിഞ്ഞ് സെറ്റാക്കി. അങ്ങനെ സ്കൂളിലേക്കുള്ള കാര്യങ്ങളെല്ലാം, ലഞ്ച് ബോക്സ് പൊതിയാനുള്ള ടവല്, പിന്നെ കർച്ചീഫ്, അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, തിങ്കളാഴ്ചയല്ലേ സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ ഇതെല്ലാം ഒന്ന് യൂണിഫോം എല്ലാം തേച്ച് വെച്ചിരിക്കുക. പിന്നെ ബാക്കി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മളിനി ഒന്നെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഇതെല്ലാം ഒന്ന് ഓർഡർ ചെയ്ത് വെക്കും. ഫസ്റ്റ് ദിവസം തന്നെ യൂണിഫോം ഇട്ടിട്ടാണല്ലോ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, പിന്നെ ലഞ്ച് ബോക്സ് എല്ലാം ഇപ്പം നമ്മൾ പല ഭാഗത്തായിട്ടായിരിക്കും അടുക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സാറ്റർഡേയോ സൺഡേയോ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് എടുക്കത്തക്ക രീതിയിൽ ഒന്ന് അടുക്കി പെറുക്കി വെക്കും. അപ്പോൾ രാവിലെ ആണെങ്കിലും പിള്ളേർ ഒരുക്കാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഐറ്റംസും തപ്പി നടക്കുന്നതിനേക്കാളും നല്ലത് തലേ ദിവസം നമ്മളൊന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം പെട്ടെന്ന് അവരെ ഒരുക്കി വിടാനൊക്കെ നമുക്ക് പറ്റുമല്ലോ. പിന്നെ ആ ദിവസം നമുക്ക് അതിൻ്റെ പിറ്റേ ദിവസത്തേനുള്ള നമുക്ക് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കുമല്ലോ.
എല്ലാ വർഷവും നമ്മൾ പ്രവേശനോത്സവം ആ ദിവസം വെക്കുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ദിവസം വിച്ചൂട്ടനെയും ദേവൂട്ടനെയും ദേവൂട്ടൻ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. വിച്ചൂട്ടനെ നമ്മൾ എല്ലാ വർഷവും കൊണ്ട് വിടുവാണ് ആദ്യത്തെ ദിവസം മാത്രം. അത് നമ്മളിപ്പോഴും അങ്ങനെ ചെയ്യുന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അന്ന് കുറച്ച് സമയം വരെയൊക്കെ ഇരുന്നാൽ മതിയല്ലോ, നമ്മുടെ കൂടെ തന്നെ തിരിച്ചു പോരാം. അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് അവരിങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ സൺഡേ മാത്രമേ ഉള്ളൂ ഇത് ലാപ്ടോപ്പ് കൊടുക്കുകയുള്ളൂ കളിക്കാൻ, അതും വെക്കേഷൻ ടൈമിൽ മാത്രമെന്ന്. അപ്പോൾ അവർ ആശ്വസിച്ചിരിക്കുവാണ്, ഇനി ഒരു സൺഡേയും കൂടെ ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ചൊക്കെ ഇരിക്കുക. പിന്നെ ഇനി ലാപ്ടോപ്പ് കിട്ടണമെങ്കിൽ ഒരു ഓണാവധി, ക്രിസ്മസ് അവധി ആ ഒരു സമയമാകണം. നമ്മൾ ഫോണോ കാര്യങ്ങളോ ഒന്നും പിള്ളേർക്ക് കൊടുക്കില്ല, TV കാണും. പിന്നെ ഇതുപോലെ വെക്കേഷൻ ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ലാപ്ടോപ്പ് കൊടുക്കും. അത് ഹാളിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ആ രീതിയിൽ മാത്രമാണ് വെച്ചിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്നത്. അതിൽ കളിക്കും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കളികൾ മാത്രമാണ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും അതൊക്കെ മിസ് ചെയ്യുമായിരിക്കും, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ എന്തായാലും സ്കൂളിൽ പോകാൻ എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഓരോ കുഞ്ഞു മക്കൾക്കും സ്കൂളിലേക്ക് ആദ്യം പോകുന്ന എല്ലാവർക്കും എന്താ പറയുന്നത്, നല്ലൊരു ഇത് നേരുന്നു. എല്ലാം പോയി നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.